തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആഹ്ലാദത്തിൽ, കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ നെഗളിപ്പിൽ, യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിനും പ്രതീക്ഷ വാനോളമാണ്. എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടും, അധികാരത്തിൽ വരും. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ യു ഡി എഫ്, കോൺഗ്രസ്, ലീഗ് നേതാക്കളുടെ കണ്ണുകൾ വിടരുന്നു. ആഹ്ലാദത്താൽ യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ പൂത്തിരികൾ കത്തുകയാണ്, പടക്കങ്ങൾ പൊട്ടുകയാണ്. യു ഡി എഫ് പ്രചരിപ്പിക്കുന്നതും യു ഡി എഫ് വിശ്വസിക്കുന്നതും, അല്ലെങ്കിൽ യു ഡി എഫിനെ നയിക്കുന്ന ഒന്നാമത്തെ കക്ഷിയായ കോൺഗ്രസും രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗും അടക്കം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമായി അവർക്ക് അനുകൂലമായി ആഞ്ഞു വീശുന്നതിൻ്റെ തുടക്കമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില കോർപ്പറേഷനുകൾ, ചില നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെ പിടിച്ചെടുക്കാനും മൊത്തത്തിൽ ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭാ കോർപ്പറേഷനുകളിലും നോക്കുമ്പോൾ 2020 മെച്ചമുണ്ടാക്കുകയും ചെയ്തത് യു ഡി എഫ് തരംഗമാണ് എന്നാണല്ലോ പ്രചരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കാനുള്ള യു ഡി എഫിൻ്റെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ കണക്കുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതുകൊണ്ട് അക്കങ്ങളുടെ കണക്കുകൾ പറയുമ്പോൾ അത് അപ്പോഴത്തെ കണക്കുകൾ മാത്രം പറഞ്ഞ് കണ്ണും പൂട്ടി പ്രവചനങ്ങൾ നടത്താൻ പറ്റില്ല. കണ്ണട ചിരട്ടാക്കുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. കണ്ണട ചിരട്ടാക്കുമ്പോൾ അവരവർക്ക് മാത്രമാണ് ഇരുട്ടാവുക, ചുറ്റുപാടും വെളിച്ചം അവശേഷിക്കും. ചുറ്റുപാടുമുള്ളവർ കാര്യങ്ങൾ അങ്ങനെ തന്നെ സത്യസന്ധമായി നിലകൊള്ളും. അവർ സത്യസന്ധമായി കാര്യങ്ങളെ കാണുകയും ചെയ്യും. അതുകൊണ്ട് യു ഡി എഫും കോൺഗ്രസും ലീഗും കണ്ണ് തുറന്ന് കാര്യങ്ങളെ കാണണം. 2010 ഒന്ന് തുറന്ന് നോക്കാനാണ് ഇപ്പോൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയം പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, ആ തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട്സ് എങ്ങനെയായിരുന്നു എന്നുകൂടി നോക്കണം. കഴിഞ്ഞ 10 വർഷമായി നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, 2016 എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കേരളത്തിൽ. 2021 ഭരണ തുടർച്ച 10 വർഷത്തിലേക്ക് അടുക്കുന്നു. 2015 അതായത് 2016 അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. 2015 എൽ ഡി എഫിന് വലിയ നേട്ടമുണ്ടായി. അതിൻ്റെ തുടർച്ചയായി 1 വർഷം കഴിഞ്ഞിട്ട് 91 സീറ്റോടെ അധികാരത്തിൽ വന്നു. 2020 വലിയ നേട്ടം തുടർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. 2021 ഭരണ തുടർച്ച ഉണ്ടായി, 98 സീറ്റ്. അതാണിപ്പം കേരളത്തിലെ നിലവിലെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ. അതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു? 2010 2015 മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. 2010 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരുന്നു മേൽക്കൈ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ 7 ജില്ലാ പഞ്ചായത്തിലെ മാത്രം കാര്യമെടുത്താൽ 7 എൽ ഡി എഫ്, 7 യു ഡി എഫ്. 2010 യു ഡി എഫിന് ഒന്നുകൂടി കൂടുതലായിരുന്നു, 8 ഉണ്ടായിരുന്നു, 6 ഉള്ളായിരുന്നു എൽ ഡി എഫിന്. നഗരസഭകളുടെ കാര്യത്തിലാണെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നു. എൽ ഡി എഫിനല്ല, യു ഡി എഫിനായിരുന്നു മേൽക്കൈ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലായിടത്തും യു ഡി എഫിനായിരുന്നു 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ. അന്ന് അവർ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്. 2006-2010 കാലയളവിലെ എൽ ഡി എഫ് സർക്കാർ, വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ എൽ ഡി എഫ് സർക്കാരിനെ ജനം മടുത്തിരിക്കുന്നു. അതുകൊണ്ട് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 2011 തൊട്ട് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. യു ഡി എഫ് തരംഗം വരാൻ പോകുന്നു. അന്നത്തെ പത്രങ്ങൾ ഒന്നെടുത്ത് നോക്കുന്നതാണ്, നല്ലതാണ്. അന്ന് ഉമ്മൻചാണ്ടി കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്ന കാലമാണ്. യു ഡി എഫ് തരംഗമാണ് പ്രവചിച്ചത്. പക്ഷേ 2011 ഇലക്ഷൻ ഫലം എങ്ങനെയായിരുന്നു? കേവല ഭൂരിപക്ഷം ആവശ്യമുള്ള 70 സീറ്റുകളിലേക്കാൾ വെറും 2 സീറ്റ് മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത്. അതായത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 71 ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം
73 സീറ്റ് മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. ഓർമ്മയുണ്ടാവും, അന്ന് ഒരു കുതികാൽ വെട്ടി കുലംകുത്തി രാഷ്ട്രീയ നേതാവിനെ നെയ്യാറ്റിൻകരയിൽ നിന്ന് PC ജോർജ് ഉമ്മൻചാണ്ടിയും കൂടെ രായ്ക്കരാമനും രാജിവെപ്പിച്ച് കോൺഗ്രസിൽ ചേർത്ത് ഒരാളുടെയെങ്കിലും ഒരാളുടെ ഭൂരിപക്ഷം കൂട്ടിയത്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ എവിടെയും കാണാനില്ലാത്ത ആളായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെയില്ല. അത് വേറൊരു കാര്യമാണ്, വേറൊരു ഭാഗമാണ്. അപ്പം അങ്ങനെയൊക്കെ കുതികാൽ വെട്ടും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തി ഒരാളുടെയെങ്കിലും ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി കോൺഗ്രസും UDFും തറവേലകൾ കാണിക്കുന്നിടത്തോളം ദുർബലമായിരുന്നു 2011 UDF ഭരണം, UDF സർക്കാരിൻ്റെ ഭൂരിപക്ഷം. 2010 വലിയ നേട്ടത്തിന് ശേഷം 2011 കിട്ടിയത് തരംഗമല്ല, നാമമാത്ര വിജയമാണ് ആണല്ലോ. പക്ഷേ അതുമായി താരതമ്യം ചെയ്യാവുന്ന വിധത്തിലായിരുന്നില്ല 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ LDFന് 2016 കിട്ടിയ നേട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ കഴിഞ്ഞ 15 വർഷത്തെ മാത്രമെടുത്ത് ഒന്ന് അനലൈസ് ചെയ്താൽ LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ തൊട്ട് പിറ്റേ വർഷം നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ അത് LDF വലിയ രീതിയിൽ നിലനിർത്തുന്നു. 15-ലും 16-ലും 20-21-ലും കേരളം കണ്ടതാണ്. പക്ഷേ UDFന് അനുകൂലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അങ്ങനെ തന്നെ തരംഗമായി വലിയ വിജയമായി മാറുന്നില്ല. UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗ് നിങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ് 2025 ഈ ഫലം, നിങ്ങൾ തരംഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഫലം അടുത്ത വർഷം, അതായത് 4 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ പ്രതിഫലിക്കും, ആവർത്തിക്കും. 100 സീറ്റ്, 80 മുതൽ 100 സീറ്റ് വരെയാണല്ലോ UDFൻ്റെ പ്രവചനം, നേടിയ അധികാരത്തിൽ വരും എന്നൊക്കെ വിചാരിക്കുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന വിശ്വവിഖ്യാതമായ കേരളത്തിൻ്റെ ആ ചൊല്ലുണ്ടല്ലോ, അത് UDFൻ്റെ കാര്യത്തിൽ ഈ റിസൾട്ടിനെ വിലയിരുത്തി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അവർ ചുവട് വയ്ക്കുന്നതിൽ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്, പ്രതിഫലിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി LDF സർക്കാരിന് എന്തെങ്കിലും കഴിഞ്ഞ 10 വർഷം ദോഷങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണി പറയാൻ കഴിയുമെങ്കിൽ പറയൂ. 2016 മുതൽ 26 വരെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ LDF നടത്തിയ കുതിപ്പുകളിൽ നിന്നുകൊണ്ട് LDF മറുപടി പറഞ്ഞുകൊണ്ടും അതുൾപ്പെടെ അങ്ങനെ രാഷ്ട്രീയമായി ശ്രമിച്ചു നോക്കൂ. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നക്കൊട്ട താഴെ വയ്ക്കൂ. അതുമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ കണക്കുകൾ സത്യമാണെങ്കിൽ ഈ പറഞ്ഞ സ്വപ്നം സത്യമല്ലാതെ അവശേഷിക്കുകയും ചെയ്യും. സ്വപ്നമല്ല രാഷ്ട്രീയം, കണക്കുകളാണ്, റിയാലിറ്റിയാണ്. റിയാലിറ്റിയിൽ ജീവിക്കൂ, റിയാലിറ്റിയിൽ സംസാരിക്കൂ, റിയാലിറ്റിയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കൂ കേരളത്തെ. അതാണ് കേരളം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം.